എടാ അജീഷേ, നിനക്കിത് മനസ്സിലായില്ലേ? ഇല്ല, ആരാ? ഓ അതെങ്ങനെ മനസ്സിലായില്ല, നമ്മള് കുഞ്ഞുനാളെ കണ്ടല്ലേ. എടാ ഇത് ഞാനാ. എടാ ഞാൻ ഗംഗാധരമാവന്റെ മോള് സുചിത്ര. ഗംഗാധരമാവന്റെ മോള് സുചിത്ര ആയിരുന്നാ നീ? ആ കിട്ടി കിട്ടി, മനസ്സിലായല്ലോ. അതെ സുചിത്ര കിട്ടി. നീ എന്നെ സുചിത്ര എന്നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നേ, സുധീന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വിളിച്ചിരുന്നേ? തിരക്കല്ലേ സുചിത്രേ? സുധി. വീട്ടുകാർക്കല്ലേ സുഖല്ലേ? നിങ്ങളെ വീട് മാറിപ്പോയതിനു ശേഷം പിന്നെ അവരെയൊന്നും കണ്ടിട്ടേ ഇല്ല. പിന്നെ കല്യാണി എവിടാ? കല്യാണി അതായിരുന്നു പണ്ടത്തെ പോലെ തന്നെ. എനിക്ക് പെങ്ങളോടൊരു സ്നേഹവും ഇല്ല. എനിക്ക് ഇഷ്ടമല്ലേ പറ്റുള്ളേ. പിന്നെ അച്ഛനമ്മയോട് അന്വേഷിച്ചു പറയണേ. പിന്നെന്താ, എല്ലാവർക്കും അന്വേഷണം പറഞ്ഞേക്കെ. എടാ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു. എങ്ങോട്ടേക്ക്? എന്റെ വീട്ടിലോട്ടേക്ക്. എന്റെ വീട്ടിലോട്ടാ? എന്റെ വീട്ടിലോട്ടാ? എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അതെ അതെ അതെ, എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ശരിയാ, അതിന് ഞെട്ടും എല്ലാവരും. അയ്യോ, സർപ്രൈസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എടാ ഞാൻ മറന്നുപോയി. എന്തോടാ? എടാ എന്റെ കൂട്ടുകാരുടെ ബർത്ത്ഡേയാ. എടാ നിന്റെ നമ്പർ തന്നെ. എന്റെ നമ്പരോ? എന്റെ നമ്പർ അടിച്ചിട്ടോ 70 25 55 70 25. ശരിക്കും തെറ്റില്ല. 70 25 53 70 75. 25 53 70 75. 70 25 അത് അടിക്കണ്ട. 70 25 53 70 75. 70 25 53 70 75. 70 അല്ല, നിന്റെ നമ്പർ ഇങ്ങോട്ട് പറഞ്ഞാണ്. നമ്പർ പറയാം. ടെൻഷനാടാ, പഴയ കൂട്ടുകാരെ കണ്ടേ. 92. അല്ല നീ അങ്ങ് ടൈപ്പ് ചെയ്താണ് ചുമ്മാ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അടിച്ചിട്ടേക്കാം. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ നമ്മള് കണ്ടുപിടുന്നത്. പോട്ടെ. നീ ആരാണ്? തീ പോലെയാളി വന്നു തൊട്ട് ഞാൻ നിന്ന് പെട്ട് പ്രേമമൊട്ട് മണ്ണിൽ നിന്ന് ഞാൻ പറഞ്ഞതാണോ ഇന്ദ്രജാലമാണോ? ഞാൻ വിളിക്കാട്ടോ, എത്തിട്ട് വിളിക്കാം. മായയോ മന്ത്രമോ മാരിവില്ല് പോലെ എന്റെ മാനസം കാത്തിരുന്ന മോഹമോ? 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 ആര്?